നമസ്കാരം. ഞാൻ ആനന്ദ് മധുസൂദനൻ. ആഹ് 2012 മോളി ആൻഡി റോക്സ് എന്ന ചിത്രത്തിലൂടെയാണ് ഞാൻ മലയാള സിനിമയിലേക്ക് വരുന്നത്. ഒരു സംഗീത സംവിധായകന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നത്. ശേഷം 2016 അനശ്വരനായ ഭാവഗായകൻ ഈയിടെ നമ്മളെ വിട്ടുപിരിഞ്ഞ ഞങ്ങളുടെ സ്വന്തം ജയേന്ദ്രൻ സാർ അഥവാ ജയേട്ടൻ പാടിയ "പൊടിമീശ മുളയ്ക്കണ കാലം" എന്ന പാട്ടിലൂടെയാണ് എനിക്കൊരു മേൽവിലാസം ലഭിക്കുന്നത്. അതിലൂടെ ഞാനൊരു സംഗീത സംവിധായകനാണെന്ന് മലയാളികൾ തിരിച്ചറിയുകയായിരുന്നു. അവിടുന്ന് ആ വഴി തെളിച്ച് ഞാൻ മുന്നോട്ട് പോയത് പ്രേതം, പ്രേതം 2, ഞാൻ മേരിക്കുട്ടി, പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇങ്ങനെ കുറച്ച് ചിത്രങ്ങളിലേക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് 2021 ZEE5 റിലീസ് ചെയ്ത OTT എക്സ്ക്ലൂസീവ് ആയിരുന്നു കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്നൊരു ഹൊറർ ഫ്ലിക്കാണ് ഞാൻ ആദ്യമായി തിരക്കഥ എഴുതുന്നത്. അതിനുശേഷം 2024 വിശേഷം എന്ന ചിത്രത്തിലൂടെ മലയാളികൾ എന്റെ മുഖം എന്താണെന്ന് അറിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ആഹ്, ഇതുവരയ്ക്കും മേൽവിലാസമേ ഉണ്ടായിരുന്നുള്ളൂ. മേൽവിലാസത്തിലെ ആളാരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വിശേഷം ആരാണെന്ന് കാണിച്ചു തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൂടെ ഞാനൊരു നടനായി മാറി. അത് ആ സിനിമ എന്റെ തന്നെ തിരക്കഥയായിരുന്നു. എന്റെ തന്നെ സംഗീതവുമായിരുന്നു. എന്റെ തന്നെ വരികളുമായിരുന്നു പാട്ടിനുണ്ടായിരുന്നത്. വിശേഷത്തിന്റെ നല്ല വിശേഷങ്ങൾ ഒടുവിൽ ഞങ്ങളിപ്പോ അടുത്തൊരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 'വണ്ട്' എന്ന് പറഞ്ഞ്. അതിന്റെ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ബിയോണ്ട് ടോക്സിലൂടെ ഇപ്പൊ വന്നിരിക്കുന്നത്. സിനിമയിലേക്ക് കടന്നു വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് സിനിമയല്ലാതെ വേറെന്താ അറിയാ എന്ന് എനിക്കറിയില്ല. അതാണ് എന്റെ അവസ്ഥ. കാരണം ആഹ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വളരെ കുട്ടിക്കാലത്ത് ആഹ്, ഞാനൊരു ബസ്സില് ഇരിക്കുമ്പോ ബസ്സിലന്ന് പാട്ട് വെക്കുമല്ലോ. അപ്പൊ പാട്ട് വെക്കുമ്പോ ഈ ആദ്യത്തെ ട്യൂൺ വരുമ്പോ തന്നെ ഇതാണ് പാട്ടെന്ന് ഞാൻ അങ്ങ് പ്രഖ്യാപിക്കും. അപ്പ എന്റെ അമ്മയോ അച്ഛനോ ഒക്കെ ഇങ്ങനെ പറയും, "ഇവൻ വല്ല മ്യൂസിക് ഡയറക്ടർ ആവുമായിരിക്കും" എന്നിങ്ങനെ വെറുതെ പറഞ്ഞ ആ വാക്കിന്റെ മോളില് കൊളുത്തിപ്പിടിച്ചിട്ടുള്ള ജീവിതമാണ് എന്റെ. അന്ന് എനിക്കിതൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് ഏഹ്, ഉസ്താദ് ജാക്കിർ ഹുസൈനും അദ്ദേഹത്തിന്റെ അച്ഛൻ അല്ലാ രഖയും കൂടി ഏഹ്, ചേർന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അവരുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. താജ്മഹൽ ചായപ്പൊടിയുടെ "വാ താജ്" എന്ന് പറഞ്ഞ പരസ്യം. ആ പരസ്യം കണ്ടിട്ടാണ് തബല എന്ന ഉപകരണത്തോട് ഭയങ്കര ഇഷ്ടം തോന്നി. ഇത് പഠിക്കാൻ പറ്റുമോന്ന് അന്വേഷിച്ചു. അന്ന് എന്റെ നാട്ടിൽ തബല പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്റെ അച്ഛൻ കൊണ്ടുപോയി ചെണ്ട പഠിപ്പിക്കാൻ ചേർത്തു. അങ്ങനെ ചെണ്ടയൊക്കെ പഠിച്ച് ചെണ്ട കൊട്ടി നാട് മുഴുവൻ നടന്ന് ഇരിക്കുന്ന സമയത്ത് എനിക്കറിയില്ല എന്തുകൊണ്ടെന്നോ എങ്ങനെയെന്നോ ഒന്നും പറയാൻ. ഞാൻ കീബോർഡും ഡ്രം കിറ്റും ഗിറ്റാറും പാട്ടും ഒക്കെ ആയിട്ടങ്ങ് കൂടി. അതിന് ഇന്ന കാരണംന്നോ ഇങ്ങനെയൊന്നും തുടക്കമെന്നൊന്നും പറയാൻ എനിക്ക് ഇതുവരെയ്ക്കും അങ്ങനെ ഒരു കാരണം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാ. എനിക്ക് തോന്നുന്നു അതിങ്ങനെ വഴിയിട്ട് ഞാനിങ്ങനെ ആ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നിരുന്ന ഒരാള് മാത്രാണ്. അത് കഴിഞ്ഞ് എന്റെ ആഗ്രഹം അന്ന് സിനിമയായിരുന്നില്ല. സിനിമയ്ക്ക് അപ്പുറമുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മ്യൂസിക് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എന്നും ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പഠിച്ചത് സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നത് ഫിലിം സ്കൂളിലാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ സിനിമ കൂടുതൽ കാണുകയും സിനിമയോട് അടുക്കുകയും ഒരുപാട് സിനിമകൾ കാണുകയും അടുക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ നമ്മള് പഠിക്കാനൊക്കെ ശ്രമിക്കുമ്പോ കാരണം ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് ഒരു സൗണ്ട് എഞ്ചിനീയർ ആവാനല്ല ഒരിക്കലും. ഞാനൊരു സംഗീത സംവിധായകനാവാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കാൻ തന്നെ തീരുമാനിക്കുന്നത്. പക്ഷെ അതിലൂടെ സിനിമ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുകയും അതിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയൊക്കെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഏഹ്, മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ നമ്മൾ ഇപ്പോഴാണ് നമുക്ക് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്നൊരു ശാഖ കൃത്യമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അതിനു മുമ്പ് വരെ നമ്മുടെ സംഗീതമെല്ലാം സിനിമയിൽ ആശ്രയിച്ചിരിക്കുന്നതാണ്. അതൊരു ദൗർഭാഗ്യകരമായ കാര്യമാണെന്നാണ് ഞാൻ സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ പറയുക. സംഗീതത്തിന് ഒരിക്കലും സിനിമ ആവശ്യമില്ല. സിനിമയ്ക്ക് സംഗീതം ആവശ്യമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അങ്ങനെ അത്തരത്തിലാണ് സിനിമ എന്ന മേഖല ആദ്യം പരസ്യചിത്രങ്ങൾക്കാണ് സംഗീതം കൊടുക്കാൻ വന്നത്. അതിനുശേഷമാണ് സിനിമ കാരണം എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം വരുമ്പോഴത്തേക്കും സിനിമയിൽ ചെയ്യണം. സിനിമയിൽ ചെയ്ത് നിനക്കൊരു പേരുണ്ടെങ്കിലേ നീ ഒരു സംഗീതജ്ഞനാണെന്ന് അംഗീകരിക്കപ്പെടുള്ളൂ എന്നുള്ള അവസ്ഥയായിരുന്നു. ജനകീയമാവുക എന്ന് പറയുന്നതാണ് മറ്റൊരു കാര്യം. കാരണം ഇപ്പൊ ഒരു
ഞാനൊരു ശാസ്ത്രീയ സംഗീതം ഒക്കെ പാടി അത് ഏത് ശാസ്ത്രീയ സംഗീതവും ആയിക്കോട്ടെ. അത് പാടി ഒരു ഒരു മൈനോറിറ്റിയിലേക്ക് ഒതുങ്ങരുത് എന്നുള്ള കാര്യം എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. ഞാൻ അത്തരത്തിലൊരു ആളും അല്ല. ഞാൻ വളരെ ഏഹ്, ചെറിയ ചെറിയ സംഭാഷണങ്ങൾ മുതൽ വലിയ വലിയ തർക്കങ്ങൾ വരെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയും. എല്ലാത്തിലും ഇഴുകിച്ചേർന്ന് ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ സംസാരിക്കാൻ, ആളുകളോട് ചില കാര്യങ്ങൾ പറയാൻ പാട്ടുകൾ ആവശ്യമാണ്. പാട്ടുകളിലെ വരി ആവശ്യമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോ വരികളിലേക്ക് ഞാൻ ഊന്നി നിൽക്കും. കാരണം ആഹ് ഒരു ഈണമിട്ടിട്ട് അതിനകത്തേക്കൊരു വരി കുത്തിത്തിരിക്കുന്ന പരിപാടിയോട് എനിക്ക് വലിയ ഏഹ് താല്പര്യം തോന്നിയിട്ടില്ല. ഞാൻ പറയുന്നത് ഈണമാണോ ആദ്യം വരുന്നേ, വരിയാണോ ആദ്യം വരുന്നേ എന്നുള്ള ചോദ്യമല്ല ടെക്നിക്കലി. പക്ഷേ അതങ്ങനെ കുത്തിത്തിരികിയ മാതിരി തോന്നരുത് എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള കാര്യം. കാരണം പാട്ട് സംസാരിക്കുന്നത് വരികളിലൂടെയാണ്. അപ്പൊ ആ വരിക്ക് ഓരോ വാക്കിനും കൊടുക്കേണ്ട വികാരമാണ് ഈണത്തിലൂടെ കൊടുക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ പാട്ടിനെന്തോ പറയാനുണ്ട്. ആ പാട്ടിന് എന്താണ് ഉള്ളതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് സംഗീത സംവിധായകൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പാട്ടിനപ്പുറം സിനിമയുടെ പശ്ചാത്തല സംഗീതം അത് കൊതിപ്പിക്കുന്ന ഒന്നാണ്. ജോൺസൺ മാഷ് ചെയ്ത സംഗീതം മാത്രം മതി എന്റെ ജീവിതത്തിനെ സ്വാധീനിക്കാനുള്ള സംഗീതം എന്ന് ഞാൻ വിശ്വസിക്കും. കാരണം അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതമാണ് അയ്യോ! എനിക്കറിയില്ല. അത് അത് ഒരു 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 കുട്ടിയുടെ മിഠായി കൊതി പോലെയുള്ള ഒരു കാര്യമാണ്. അതിങ്ങനെ ഇങ്ങനെ ഇപ്പഴും ഏഹ്, ഇങ്ങനെ ഇങ്ങനെ മുന്തിരിയെ നോക്കി നിൽക്കുന്ന കുറുക്കനെ പോലെ തന്നെയാണ് എന്റെ അവസ്ഥ. അതെന്തൊരു മനോഹരമാണ് ആ സംഗീതം. അവിടേക്ക് എത്തിച്ചേരാൻ ഏഹ്, എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തെങ്കിലും അവിടെ എത്തിച്ചേരുമെന്ന്. അപ്പൊ അത്തരത്തിലുള്ള സംഗീതം ചെയ്യാനുള്ള അതിമോഹം കൊണ്ടാണ് പശ്ചാത്തല സംഗീതത്തിലേക്ക് കൂടുതൽ ഇറങ്ങി ചെന്നതുമൊക്കെ. പിന്നീട് വന്ന സ്ക്രിപ്റ്റും അഭിനയവും എല്ലാം ഈ പറഞ്ഞ പോലെയാണ്. എനിക്ക് തോന്നുന്നു സ്ക്രീൻ പ്ലേയും മറ്റും ഒക്കെ നിക്കുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പറയാൻ സരസമായി പറയാൻ, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ, ആളുകൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ പറയാനുള്ള ശ്രമങ്ങളാണ് തിരക്കഥകളെല്ലാം. അഭിനയം ഞാൻ ഇതിലൊന്നും പെടുത്തുന്നില്ല. കാരണം ഞാൻ ഏഹ്, അഭിനയിക്കാൻ വേണ്ടി വന്ന ആളല്ല. ഏഹ്, ഞാ എന്റെ സംവിധായകൻ വിശേഷത്തിന്റെ സംവിധായകൻ സൂരജ് ടോം സൂരജേട്ടൻ എന്നോട് "ഈ പടം നീ ചെയ്താൽ നന്നാവും" എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനകത്ത് പുതിയൊരു കാര്യം ഒരു ഫ്രഷ്നെസ് ആ സബ്ജക്റ്റിന് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അഭിനയത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഞാനത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ എന്താ പറയാ പോകേണ്ടിയിരിക്കുന്നു. അഭിനയം ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഞാൻ ചിന്തിക്കാത്ത ഒന്നായിരുന്നു. അഭിനേതാവുക ആവുക എന്നുള്ളത്. പണ്ട് സ്കൂൾ നാടകത്തിലും അങ്ങനെയൊക്കെ കുറച്ച് വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പൊ അന്നേരമാണ് വിശേഷം സിനിമയുടെ തിരക്കഥ എഴുതുന്നതോടനുബന്ധിച്ച് ഈ കഥ പറയുക എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കഥ നറേറ്റ് ചെയ്യുക. അപ്പൊ കഥ നറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കഥയുടെ കുഴപ്പം എവിടെയാണ് കിടക്കുന്നതെന്ന്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില സുഹൃത്തുക്കൾ നമ്മളോട് തുറന്നു പറയും. "ഇതാണ് പ്രശ്നം ട്ടോ" എന്ന് പറയും. ചിലര് പറയില്ല. അവരുടെ മുഖത്തൊരു ചുളിവ് വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് കാര്യം. അപ്പൊ അത്തരത്തിൽ കഥ പറയുന്ന രീതി കണ്ടിട്ടാണ് എന്നോട് സംവിധായകൻ സൂരജേട്ടൻ എന്നോട് "നീ ഇത് ചെയ്താൽ നന്നാവും" എന്ന് പറയുന്നു. അപ്പൊ അത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം എന്തുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എന്നെക്കുറിച്ച് പ്രത്യേകിച്ച് മുൻധാരണകൾക്കൊന്നും ഇടയില്ല ജനങ്ങളുടെ ഇടയിൽ. അപ്പം "നീ എന്ത് ചെയ്താലും അതൊരു പുതിയ കാര്യമായിരിക്കും എന്ന് തോന്നുന്നു" എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിന്റെ മുകളിലാണ് ഞാൻ അഭിനയിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ അഭിനയിക്കാൻ തീരുമാനിക്കുമ്പോഴും എനിക്ക് വീട്ടിൽ നിന്ന് അഭിനയം പഠിച്ചു വന്ന് അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് എന്താണ് ക്യാമറയുടെ മുമ്പില് ആ ആക്ഷൻ എന്ന് പറയുമ്പോൾ വരുന്നത് ഇതാണ് എന്റെ അഭിനയം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പൊ പ്രിപ്പറേഷൻസ് ഒരിക്കലും സംഭവ്യമല്ല. പിന്നെ സംഗീതവും ഈ സംഗീതജ്ഞനായ ഒരാൾ അഭിനയിക്കാൻ വരുന്നു എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ എന്റെ ഉള്ളിൽ ആ സംഗീതം ഇതിന്റെ പശ്ചാത്തല സംഗീതമോ അല്ലെങ്കിൽ സംഗീതമോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ സൗണ്ട് എഞ്ചിനീയറും കൂടി ആയതുകൊണ്ട് ഇതിന്റെ ഒരു ഒരു ശബ്ദം
എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര കൃത്യമായിട്ട് തലയിലുണ്ടാവാറുണ്ട്. എന്റെ സ്ക്രിപ്റ്റിൽ പോലും ശബ്ദം എന്താണ്, അവിടെ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ശബ്ദങ്ങൾ എന്താണെന്നുള്ളത് പലപ്പോഴും കുറിച്ചിടാറുണ്ട് ഞാൻ. ഒരു സൗണ്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പൊ ഒരുപക്ഷെ അത് ഉള്ളത് കൊണ്ടായിരിക്കാം എന്റെ അഭിനയത്തിൽ ആ താളം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എന്നോട് 1, 2 വളരെ അടുത്ത് നിൽക്കുന്ന ടെക്നീഷ്യൻസ് എന്നോട് പറഞ്ഞിട്ടും ഉണ്ട്. അപ്പൊ അതങ്ങനെ ആയിരിക്കാം എന്ന് കരുതുന്നു. അറിയില്ല. ഈ പറഞ്ഞ പോലെ അഭിനയിക്കുക, ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞൊരു ചട്ടക്കൂട് ഉണ്ടെങ്കിൽ, ആ ചട്ടക്കൂടിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരക്കഥ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ എഴുതുമ്പോൾ ഓരോ വാക്കുകളും വളർന്നു മുറിച്ച് തൂക്കി എഴുതേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ 'വിശേഷം' എന്ന സിനിമയിലേക്ക് ഞാൻ എത്തുന്നതെന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു ഏഹ്, ക എനിക്ക് ഈ ജീവിതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതാനാണ് ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഫിക്ഷനൊക്കെ നമ്മള് ചിന്തിക്കാറുണ്ടെങ്കിലും, അതിലും എവിടെയെങ്കിലൊക്കെ ജീവിതം ഉണ്ടാവും. അതിന്റെ ഒരു കാരണം കൊണ്ടായിരിക്കും ആ കഥ ഞാൻ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെയാണ് വിശേഷത്തിന്റെ കാര്യത്തിലും. വിശേഷത്തിന്റെ കാര്യത്തില് എപ്പഴും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പഴും ആലോചിക്കും നമ്മൾ എന്തിനാണ് ഒരു രാജ്യം എന്നുള്ള രീതിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം എന്നെ ഭയങ്കര കൗതുകം ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. ഏഹ് ഇതിനാണോ നമ്മൾ ഇത്ര മത്സരിക്കേണ്ട ചൈനയുമായിട്ടും മറ്റു രാജ്യങ്ങളായിട്ടും എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം നമുക്ക് മനുഷ്യര് വേണം. കാരണം ഇതിന്റെ മറ്റൊരു ധ്രുവത്തിൽ, മറ്റൊരു ഭാഗത്ത്, ഭൂമിയുടെ മറ്റു ഭാഗത്ത് മനുഷ്യരില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ കാണുന്നുണ്ട്. ഇതെല്ലാം ഭയങ്കര കൗതുകം നിറഞ്ഞ കാര്യമാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ മനുഷ്യർ പെറ്റുപെരുകുന്നു. മറ്റേ സ്ഥലത്ത് ഇല്ലാതാകുന്നു. ഇതിന്റെ ഇടയിൽ കേരളം പോലെ വളരെ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് പുറത്തിറങ്ങിയാൽ കാണുന്ന ബിൽ ബോർഡുകളിലെല്ലാം ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ പരസ്യമാണ് ഉള്ളതെന്നുള്ളത് അതൊരു ഒരു ഒരു രാഷ്ട്രീയമാണ് അത്തരത്തിൽ നോക്കിയാൽ. അപ്പോ അത് ആണ് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം. കാരണം ജനസാന്ദ്രത കൂടിയ സ്ഥലത്ത് ഇനിയും ജനങ്ങൾ ഒ ഉണ്ടാവാൻ പോകുന്നു. കാരണം അല്ലെങ്കിൽ അത് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ അത് ഞാൻ പറയുന്നത് ഒരു കച്ചവടം ചെയ്യുന്നു എന്നുള്ളതല്ല. അതിന് കുറെ മെഡിക്കൽ കാര്യങ്ങളും നമ്മുടെ ഹെൽത്തും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. പക്ഷേ എവിടേക്കോ അതിനൊരു കച്ചവടത്തിന്റെ നേർത്ത താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് വിശേഷത്തിൽ പറഞ്ഞത്. നമ്മൾ ആരെയും കുറ്റം ആരോപിക്കാനല്ല ശ്രമിച്ചിട്ടുള്ളത്. ആ 2 വശവും പറയുക എന്നുള്ളതാണ്. സമൂഹത്തിന് എനിക്ക് തോന്നുന്നു നമ്മൾ ആരും കുറ്റം പറയാൻ ആളുകളല്ല. തെറ്റുകാർ എന്ന് പറഞ്ഞതിൽ നമ്മളും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമൂഹത്തിന്റെ വളർച്ചയിൽ മുരടിപ്പുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ മുരടിപ്പുണ്ടെങ്കിൽ, ഒരു രാജ്യം എങ്ങോട്ടും നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജനാധിപത്യ സമൂഹം എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ നമുക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇരുന്ന് ഇന്ന മന്ത്രി അല്ലെങ്കിൽ ഇന്ന പാർലമെന്റേറിയൻ ഇത് ചെയ്തില്ല എന്ന് പറയാം. നമ്മളാണ് അവരെ തെരഞ്ഞെടുത്ത് വിട്ടതെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട്, ഈ ജനസാന്ദ്രത അല്ലെങ്കിൽ ജനപ്പെരുപ്പ് എന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ചൊക്കെ നമുക്ക് നമുക്ക് എന്താണ് റിസോഴ്സസ് ഉള്ളത്? നമുക്ക് എത്ര വീടുകൾ വെക്കാം ഈ സ്ഥലത്ത്? നമ്മൾ കൂട്ടുകുടുംബങ്ങളായിരുന്നു. ആ കൂട്ടുകുടുംബത്തില് ഒരു വീട്ടിൽ 10ഉം 12ഉം 15ഉം 20ഉം ആളുകൾ ഉണ്ടായിരുന്നിടത്ത് ഈ 20 ആളുകളും പിരിഞ്ഞ് 20 വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ആ 20 വീടുകൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ മലയും കുന്നും കാടും എല്ലാം കയ്യേറി നമ്മൾ വീട് വെക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആനയെ കുറ്റം പറയുന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന മയിലുകളെ കുറ്റം പറയുന്നു. അവര് ഇവിടെ തന്നെ ജീവിക്കാനുള്ളതാടോ എന്ന് പറയേണ്ട അവസ്ഥ ആണ്. ഇത് തെറ്റല്ല. മനുഷ്യന് കൃഷി ആവശ്യമാണ്. ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം ആവശ്യമല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻക്ലൂസീവ്നെസ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മള് എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യരുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു കൂട്ടുകാരനെ ഉൾക്കൊള്ളുന്ന പോലെ നമ്മൾ ജീവജാലങ്ങളെയും എല്ലാം ഉൾക്കൊള്ളേണ്ട വരും. കാരണം ഇല്ലെങ്കിൽ തോറ്റുപോവുക അവരാരും അറിയിക്കില്ല. നമ്മള് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നത് ദിനോസറുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവര് പെറ്റുപെരുകിയിരുന്നു. പിന്നെ അങ്ങ് ഇല്ലാതായി എന്ന് പറഞ്ഞ പോലെ ഇല്ലാതാകാൻ വലിയ നേരമൊന്നും വേണ്ട. ഒരു നിപ്പയോ, കോവിഡോ, സുനാമിയോ ഒക്കെ വന്നാൽ തീർന്നു പോവാനുള്ളതേ ഉള്ളൂ. ഈ മുടി ചീകി
വൃത്തിയാക്കി പൗഡറും ഇട്ട് പെർഫ്യൂമും അടിച്ച് ഇറങ്ങി നടക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് 'വിശേഷം' എന്ന സിനിമ ഞാൻ സമൂഹത്തിനോട് പറഞ്ഞത് ഒറ്റ കാര്യത്തിനാണ്. കുട്ടികൾ നല്ല കാര്യമാണ്, അത്ഭുതങ്ങളാണ്, സന്തോഷമാണ് എന്നിരിക്കെ തന്നെ ഇതൊരു പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ആലോചിക്കുമ്പോൾ അതിനകത്ത് ഒരു നടൻ പറയുന്ന ഡയലോഗുണ്ട്. 140 കോടിയുള്ള ജനങ്ങളുള്ള സ്ഥലത്ത് ഇനിയും ഈ മത്സരയോട്ടത്തിൽ പങ്കെടുക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിന്റെ ഭാഗം പറയുന്നുണ്ട്. അതേസമയം അപ്പുറത്ത് കുഞ്ഞുങ്ങൾ അത്ഭുതങ്ങളാണെന്നും നമ്മൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോ വീക്ഷണങ്ങളാണ്. ഇത് മാത്രമാണ് ശരിയെന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ചിന്തകൾ നമ്മൾ സിനിമയിലൂടെ പറയുകയും സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയും ഇതെല്ലാം കൂട്ടി വായിച്ച് സമൂഹം അതിൽ നിന്ന് എന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് അറിയുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് സംതൃപ്തിയും സന്തോഷവും ലഭിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആഹ് ഈ സാധാരണക്കാരൻ, സാധാരണക്കാരന്റെ കഥ, സാധാരണക്കാരിൽ ഒരാളെ നായകനായി അവതരിപ്പിക്കുന്നു. ഇതായിരുന്നു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ തലവാചകം തന്നെ. അപ്പോ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് 'വിശേഷം' എന്ന സിനിമ സംസാരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരനായ കൃഷിക്കാരൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വംശനാശം വന്ന ജീവി എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ് കേരളീയ സമൂഹത്തിൽ കൃഷിക്കാരന്റെ അവസ്ഥ. മാത്രല്ല ഈ പറഞ്ഞ പോലെ എന്താ നമ്മുടെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് ഇങ്ങനെ പടയോട്ടമായിരുന്നു. അതിനൊക്കെ ശേഷം ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊക്കെ ആലോചിക്കുന്നുണ്ടാവും നല്ല ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ, നല്ല പച്ചക്കറി കിട്ടിയിരുന്നെങ്കിൽ, ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് ഈ ഈ ആക്ച്വലി നമുക്ക് ഇതേ ആവശ്യമുള്ളൂ. നമുക്ക് നല്ല ഏഹ്, എന്താ പറയാ നമ്മുടെ വീട്ടിലെ ഒരു തക്കാളി പറിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സുഖം, ഒരു വെണ്ടയ്ക്ക പറിക്കുമ്പോ ഉണ്ടാവുന്ന സുഖം, ഒരു മനഃസുഖം തന്നെയാണ്. കോവിഡ് കാലത്തൊക്കെ ഒരുപാട് പേര് ടെറസിന്റെ മുകളിലും ബാൽക്കണിയിലൊക്കെ ആയിട്ട് കൃഷി ചെയ്ത ആളുകളാണ്. അപ്പൊ ആ കൃഷി എന്ന് പറഞ്ഞ കാര്യം, അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ഊന്നിക്കൊണ്ടാണ് വിശേഷത്തിലെ നായകൻ നിൽക്കുന്നത്. അയാൾ വിഷമം വന്നാൽ കരയും, സന്തോഷം വന്നാൽ വല്ലാതെ ചിരിക്കും. അങ്ങനെയുള്ളൊരു ഒരു ഒരു സാധാരണക്കാരനാണ്. ഈ സാധാരണക്കാരനായിട്ടുള്ളൊരു കഥാപാത്രം പുതിയതാണ് മലയാളത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പണ്ട് ഏഹ്, ഭരത് ഗോപി സാറിന്റെ സിനിമകൾ കാണുമ്പോ എന്ത് എന്ത് രസമാണ് ആ സിനിമകൾ കാണാൻ എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ ഈ ഈ പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ എന്ന അതുല്യ നടൻ അഭിനയിച്ച സിനിമയാണ്. അതിനെക്കാട്ടുപരി അതൊരു വളരെ ഏഹ്, രസകരമായ പൊളിറ്റിക്സും സ്ത്രീപക്ഷവും ഒക്കെ പറയുന്ന ഒരു സിനിമയാണ് പഞ്ചാഗ്നി. അപ്പൊ അത്തരം സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പുതിയതല്ല. പക്ഷെ സമൂഹത്തിന് ഒരു കുഴപ്പമുള്ളത് ഇത് ഈ എവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒന്ന് മാറും. ഒന്ന് ചിലപ്പോ ഒന്ന് പാളത്തും നീങ്ങും. വീണ്ടും പാളത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എനിക്ക് തോന്നുന്നു സമൂഹത്തിനെ നയിക്കുന്ന ആളുകളാണ് കലാകാരന്മാർ. കാറ്റലിസ്റ്റ് ഒരു ഒരു വിപ്ലവത്തിന്റെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ കലയും കലാകാരനുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ സിനിമ അതിന് വലിയ ഒരു 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 കാരണമാകുന്നുണ്ട് സമൂഹത്തെ നയിക്കാൻ. അപ്പൊ 'വിശേഷം' എന്ന സിനിമയിലേക്ക് നോക്കിയാൽ സാധാരണക്കാരന്റെ കഥ പറയുക, സാധാരണക്കാരനിൽ മാറ്റമുണ്ടാവുക. ഇതാണ് ഉദ്ദേശം. ആ രാഷ്ട്രീയത്തിൽ ഊന്നി തന്നെയാണ് ഇത്തരം സിനിമകൾ ഉണ്ടാക്കുന്നത്. ഇനിയും അത്തരത്തിലുള്ള സിനിമകൾ മുന്നോട്ട് നമുക്ക് വേണം. വിശേഷം എന്നുള്ളതല്ല, ഇപ്പൊ ഈ നേരത്തെ ഈ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഒരു കാലത്ത് മുഴുവൻ നമ്മൾ ഉന്നത കുലജാതരായ വർമ്മയും, മേനോനും, എന്താ ഇതൊക്കെയായിരുന്നു എന്ന് പറയുമ്പോ ഇതിന് പല വേർഷൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഇതിന്റെ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കാൻ പോയാൽ ഇത് വലിയൊരു വിഷയമാണ്. സാമ്പത്തികമായിട്ടുള്ള സംവരണങ്ങളാണോ, ജാതി അടിസ്ഥാനപ്പെട്ട സംവരണങ്ങളാണോ, മതാടിസ്ഥാനത്തിലുള്ള സംവരണങ്ങളാണോ, ഏത് പ്രദേശത്തേക്കാണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് പോലും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ അത് വലിയൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ സാധാരണക്കാരുടെ കഥകൾ പറഞ്ഞാൽ സാധാരണക്കാർക്ക് കൂടുതൽ മനസ്സിലാവും എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് വിശേഷം ഉണ്ടായിട്ടുള്ളത്. മലയാള സിനിമ ഇവിടെ നല്ലൊരു കാലഘട്ടത്തിലാണ് ഇപ്പോ ഉള്ളതെന്ന് പറയുമ്പോ, ഇത് ഇത് എന്താ പറയാ,
നമ്മളീ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോ ഈ മരുഭൂമി കൂടിയൊക്കെ സഞ്ചരിച്ച് ഇത്തിരി മരുപ്പച്ച കണ്ട പോലത്തെ കാര്യമാണ്. പക്ഷേ അതൊരു നല്ല കാര്യമാണ്. നമുക്കവിടെ ഏഹ് എന്താ പറയാ തുറന്ന ചിന്തകളുണ്ടാകുന്നു. ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട്. ഇപ്പൊ 'ഗഗനചാരി' എന്ന് പറഞ്ഞ സിനിമ. ഏഹ് ഒരുപക്ഷേ സൈഫൈ സിനിമകളൊക്കെ ഇത്ര രസകരമായി പറയാൻ പറ്റുമോ എന്ന് എങ്ങനെ പറയും? വലിയ ബഡ്ജറ്റൊക്കെ ആവശ്യം വരില്ലേ എന്ന് പറഞ്ഞ സമയത്തൊക്കെയാണ് 'ഗഗനചാരി' എന്ന് പറഞ്ഞ സിനിമ വന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എന്ത് രസമായിട്ടാണ് ആ സിനിമ ആഹ് അതിന്റെ എഴുത്തുകാരും, സംവിധായകരും, അഭിനേതാക്കളും എല്ലാം കൂടി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പൊ അതുപോലെ തന്നെയാണ്. അതുപോലെ ഈ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് കാലങ്ങളായിട്ടുള്ള ശ്രമമാണ് പലപ്പോഴും. ഇപ്പൊ 'വിശേഷം' സിനിമ ഇറങ്ങുമ്പോ തന്നെ പലരും തമാശ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ചിന്നു ചാന്ദിനി എന്ന നടി എന്റെ ഒപ്പം അഭിനയിച്ചതുകൊണ്ടും, അത് അവര് അഭിനയിച്ച സിനിമയായതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപാട് കാര്യങ്ങള് ഇതിന്റെ ഇടയിൽ കമ്പാരിസൺ പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കാരണമായത് 'ഒണ്ടയെ മുട്ടയെ കഥ' എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കന്നഡ രാജ്‌ബി ഷെട്ടിയുടെ സിനിമയാണ്. അപ്പൊ ഇതെല്ലാം നിക്കുന്നത് ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയും, ഇത് സാധാരണക്കാരുടെ ഒരു കാര്യമാണ്. അവർക്കാണ് ഈ സിനിമ അവരാണ് സിനിമ കാണാൻ വരുന്നത്. അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇതില് ഈ എന്താ എനിക്ക് തോന്നുന്നത് പരസ്പര പൂരിതമാണ്. നേരത്തെ പറഞ്ഞ പോലെ അതായത് സിനിമയ്ക്ക് ആളുകളെയും മാറ്റാൻ പറ്റും. ജനങ്ങൾക്ക് സിനിമയെയും മാറ്റാൻ പറ്റും. അത്തരത്തിലുണ്ടാവുന്ന നല്ലൊരു മാറ്റത്തിന്റെ നല്ല അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. ഇതേ മാറ്റം വളരെ വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ. അതിർത്തികളില്ലാത്ത ഭൂപടം ഉണ്ടാവേണ്ട പോലെ തന്നെയാണ് ആർട്ട് സിനിമയും ഏഹ് കമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാ ആ അതിർത്തികളൊന്നും ആവശ്യമില്ല. സിനിമ ഇതേ ഉള്ളൂ. വടക്കോട്ട് ചെന്നാ ഇങ് ഇജ്ജെച്ചിട്ട് ഇന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഉപയോഗിക്കും. തെക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ വേറെ കുറെ മൊട ആട് ഇട് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം സംസാരിക്കുന്നത് മലയാളമാണ്. മലയാള ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതെല്ലാം സംസാരിക്കുന്നത് ഭാഷ സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. അപ്പൊ ഏറ്റവും നല്ല ഭാഷ ഏതാന്ന് ചോദിച്ചാൽ ആംഗ്യഭാഷയാണെന്ന് പറയുന്ന പോലെയാണ്. സംസാരിക്കേണ്ടത് എന്താണെന്ന് തെളിച്ചമുണ്ടാവുകയും, അത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഏഹ് ഗംഭീരമായ സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹം. പുതിയ ആളുകൾ സിനിമയിലേക്ക് വരിക എന്നുള്ളത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പുതിയ ആളുകൾ വരുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ വരുന്നത്. അവരുടെ പുതിയ ചിന്തകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത് ലോകത്തെ എല്ലാവർക്കും ദേഷ്യമുള്ള ഒരു കാര്യം ഉപദേശമാണ്. അപ്പൊ ആഹ് അത്തരത്തിൽ ഉപദേശിക്കാനൊന്നും ഞാൻ ആരുമല്ല. ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ. ഏഹ് നമുക്ക് ഉറപ്പുണ്ടാവുക. ഇതാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോ ആഹ് ഈ പണ്ടൊരു കഥ പറയും. ഈ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോ അവിടെ കുറച്ച് നിധി ഉണ്ടെന്ന് പറഞ്ഞു ആരോ. അപ്പൊ കുഴിച്ചു നോക്കിയാൽ 35 അടി താഴ്ചയിലാണ് ആ നിധി കിടക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ കുഴിക്കാൻ തുടങ്ങി. 35 അടിയും 36 അടിയും 37 അടിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നിധി കാണാനില്ല. അയാൾ പറഞ്ഞ ആളോട് പറഞ്ഞു, "ഇവിടെ ഒന്നുമില്ല. ഞാൻ വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു" എന്ന് പറഞ്ഞ് അയാളങ്ങ് നീങ്ങിപ്പോയി. ആ വഴി വന്ന് ആ കുഴി കണ്ട ഒരാൾ അവിടേക്ക് എടുത്ത് ചാടി 38ാമത്തെ അടിയും 39ാമത്തെ അടിയും തോണ്ടിക്കഴിഞ്ഞപ്പോ 40ാമത്തെ അടിയിൽ അയാൾക്ക് ആ നിധി കിട്ടി. എന്ന് പറയുമ്പോ ഒരു 2 അടിയും കൂടി തോണ്ടിയിരുന്നെങ്കിൽ ആ നിധി കിട്ടിയേനെ. അപ്പൊ ക്ഷമ എന്ന് പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നത് സിനിമ മോഹിയായിട്ട് വരുന്ന ഒരാൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം ചിലപ്പോ ക്ഷമയായിരിക്കും. അവന്റെ മുമ്പിലേക്ക് ആ വണ്ടി എപ്പോഴാ വരികാന്ന് അറിയില്ല. വന്നാൽ കേറിയിരിക്കാം, യാത്ര തുടങ്ങാം. പക്ഷെ ആ വണ്ടി കാത്തിരിപ്പ് എന്ന് പറയുന്നത് ആ ഒരു വലിയ കാത്തിരിപ്പാണ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ വിശേഷത്തില് പറഞ്ഞ പോലെ കാത്തിരിപ്പ് സിനിമയ്ക്ക് വേണ്ടിയോ, ജോലിക്ക് വേണ്ടിയോ, സ്വപ്നങ്ങൾക്ക് വേണ്ടിയോ ആവുമ്പോ, ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആവുമ്പോ, അതൊരു കാത്തിരിപ്പായി തോന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് അതിന് സിനിമയിൽ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇഷ്ടപ്പെട്ട് ചെയ്താൽ കഷ്ടപ്പാടാവില്ല എന്ന് പറയും. അതുപോലെയാണ്. അപ്പൊ ആ ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം സമൂഹത്തിൽ നടക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സിനിമയിലെങ്കിൽ അത് എല്ലാരും പറയുന്നുണ്ട്. ഞാൻ എന്താണ് പുതിയതായിട്ട് അതിൽ കാണുന്നത്? ആ കാഴ്ച എന്താണ് പുതിയത്? എന്ന് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ പുതിയ സിനിമകൾ ഉണ്ടാവും. പുതിയ വിഷയങ്ങൾ സംസാരിക്കും. പുതിയ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. ഈ വിഷയങ്ങള് പറയുമ്പോ പ്രണയകഥയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹേയ് മനുഷ്യനുണ്ടായ സമയത്ത് തൊട്ട് പ്രണയമുണ്ട്. ഈ കഥകളൊക്കെ തന്നെയല്ലേ പറഞ്ഞു വന്നേന്ന് പറയാം.
പക്ഷെ അതിന്റെ വീക്ഷണം ഒന്ന് മാറിയാൽ, പെർസ്പെക്റ്റീവ് മാറിയാൽ കഥ മാറും. അപ്പോ പുതിയ കാഴ്ചകൾ ഉണ്ടാവട്ടെ, പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവട്ടെ, പുതിയ വീക്ഷണങ്ങൾ ഉണ്ടാവട്ടെ, പുതിയ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. അത് മാത്രമാണ് എന്നും ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൂടെ എനിക്കും ഈ എല്ലാ തലമുറയുടെ ഞാൻ പറയായിരുന്നു 80കളിൽ 'മൗനരാഗം' എന്ന സിനിമ മണിരത്നം എന്ന സംവിധായകൻ ചെയ്തു. ഒരു ഭാര്യ ഭർതൃ ബന്ധം ഒക്കെയാണ് അതിനകത്ത് വിഷയം. അതേ സംവിധായകൻ 90കളിൽ പോയിട്ട് 'അലൈഫ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ഇതേപോലെ പ്രണയിച്ച് കല്യാണം കഴിച്ച് ഉണ്ടാവുന്ന അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങളോടെ അവിടെയും ഭാര്യ ഭർതൃ ഡൊമസ്റ്റിക് ഏരിയ ഒക്കെ തന്നെയാണ്. വീണ്ടും വരുന്നു 'ഓകെ കൺമണി' എന്ന് പറഞ്ഞ 2000 ആണ്ടില് സിനിമ. അപ്പൊ അതിലെല്ലാം പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരേ സംവിധായകന്റെ കഥകളുമാണ് ഇതെല്ലാം. പക്ഷെ വേറെ വേറെ കാര്യങ്ങൾ അതാത് കാലഘട്ടത്തിലെ അതാത് യുവതലമുറയോട് പറയാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്റെ 90ാം വയസ്സിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്ന് കാലത്തെ 12 വയസ്സുകാരനോട് എനിക്ക് സംസാരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതുപോലുള്ള സിനിമകൾ നമുക്ക് വേണം എന്നുള്ളതാണ്. അത് മാത്രമാണ് ആഗ്രഹവും സ്വപ്നവും ഒക്കെ.